ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ SCERT ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ സമ്പദ് ശാസ്ത്ര ചിന്തകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സമ്പദ് ശാസ്ത്ര ചിന്തകൾ. ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ചാണ് പ്രതിഫലനം വിതരണം ചെയ്യുന്നത്. എന്താണ്? ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ചാണ് പ്രതിഫലം വിതരണം ചെയ്യുന്നത്. സാമ്പത്തിക ശാസ്ത്രം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ചാണ്. ആദ്യമായി പറയുന്നത് ആഡം സ്മിത്തിനെ കുറിച്ച്. ആഡം സ്മിത്തിൻ്റെ കാലഘട്ടം 1723 മുതൽ 1790 വരെയാണ്. ഇതൊക്കെ SCERT ഫാക്ട്സ് ആണ്. ഈ വീഡിയോയിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത് SCERT ഫാക്ട്സ് ആണ്. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ പഠിക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ ആദ്യമായി പറയുന്നത് ആഡം സ്മിത്ത്. 1723 മുതൽ 1790 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചു. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വച്ചത്. ഈ സിദ്ധാന്തം ലേസേ ഫെയർ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. അപ്പോൾ ലേസേ ഫെയർ സിദ്ധാന്തം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ലേസേ ഫെയർ സിദ്ധാന്തം എന്നാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇതാണ് ലേസേ ഫെയർ സിദ്ധാന്തം. അപ്പോൾ ആഡം സ്മിത്തിനെ കുറിച്ച് പറഞ്ഞത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1723 മുതൽ 1790 വരെ. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. പിന്നെ ലേസേ ഫെയർ സിദ്ധാന്തം, അതും അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. അത് ലേസേ ഫെയർ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇനി രണ്ടാമത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാൾ മാർക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മയും ഉണ്ടായി. സാങ്കേതിക വിദ്യയിലും ഉൽപ്പാദന പ്രക്രിയയിലും മാറ്റങ്ങളുണ്ടായി. ഇതാണ് കാൾ മാർക്സിൻ്റെ ആശയങ്ങൾ രൂപപ്പെട്ടു വരാനുണ്ടായ സാഹചര്യം. ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് കാൾ മാർക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില. എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ തൊഴിലാളിക്കു നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി സ്വന്തമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെ മിച്ചമൂല്യം, അതായത് സർപ്ലസ് വാല്യൂ എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അപ്പോൾ എന്താണ് കാൾ മാർക്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് കാൾ മാർക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്.
തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില. എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ തൊഴിലാളിക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി സ്വന്തമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെ മിച്ചമൂല്യം എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. കാൾ മാർക്സിൻ്റെ കൃതിയുടെ പേരാണ് മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ മൂന്നാമത്തെ ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിനു വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. അടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചത് ലയണൽ റോബിൻസ് ആണ്. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട്. അതായത് പരിമിതമായ വിഭവങ്ങൾ ഉണ്ടായാൽ നമ്മളെ ആവശ്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ പരിമിതപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ വിഭവങ്ങൾക്കനുസരിച്ച് വേണം നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾക്ക് മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് ആ വിഭവങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ. അടുത്ത ആൾ പോൾ എ സാമുവൽസൺ. ഇതൊക്കെ SCERT പാഠഭാഗത്തു നിന്നുള്ള പോയിൻറ്റ്സാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പോൾ എ സാമുവൽസൺ മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കി. പോൾ എ സാമുവൽസൺ പറഞ്ഞത് സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രോഡീകരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഓരോ ചിന്തകന്മാരെയും അവരുടെ അടിസ്ഥാന ആശയങ്ങളും. അത് ആഡം സ്മിത്തിന് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം, കാൾ മാർക്സ് തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകി, ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകി, ലയണൽ റോബിൻസ് അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും, പോൾ എ സാമുവൽസൺ സാമ്പത്തിക ആസൂത്രണം. അപ്പോൾ ഇത് നമ്മൾ എക്സാമിന് ഇങ്ങനെ ഓരോ ആശയങ്ങളൊക്കെ മാറിക്കൊടുത്തിട്ട് ശരിയായത് ഏതെന്നൊക്കെ എഴുതാൻ വരാറുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി നോക്കാം. ആഡം സ്മിത്ത് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം, കാൾ മാർക്സ് തൊഴിലാളികൾക്ക് പ്രാധാന്യം, ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമം, ലയണൽ റോബിൻസ് അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും, പോൾ എ സാമുവൽസൺ സാമ്പത്തിക ആസൂത്രണം. ഇനി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ആൾ ചാണക്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവാണ് ചാണക്യൻ. അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറയുന്നത്. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ ചാണക്യൻ പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരിലെ ആദ്യത്തേത് ചാണക്യൻ, രണ്ടാമത്തേത് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത്
ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മൾ ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞാൽ ചോർച്ചാ സിദ്ധാന്തം, നമ്മൾ പിന്നെ ആഡം സ്മിത്ത് എന്ന് പറഞ്ഞാൽ ലേസഫെയർ സിദ്ധാന്തം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതൊക്കെ ശരിയായിട്ട് പഠിക്കുക. ഓരോ ആൾക്കാരുടെയും സിദ്ധാന്തങ്ങളും ശരിയായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ: ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിച്ചു. ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിച്ചു. ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ രമേശ് ചന്ദ്ര ദത്താണ്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുമെന്ന് വ്യക്തമാക്കി. അപ്പോൾ രമേശ് ചന്ദ്ര ദത്തിനെ കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് വ്യക്തമാക്കി. ഇതൊരു PYQ ആണ്. രമേശ് ചന്ദ്രജിത്ത് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും ഇങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് വ്യക്തമാക്കിയത് രമേശ് ചന്ദ്രദത്താണ്. അടുത്ത ആൾ വരുന്നത് ഗാന്ധിജി. ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ്. SCERTയിലെ ഓരോ ലൈൻസും ഓരോ പോയിൻറ്സും നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. ഈ വീഡിയോസൊക്കെ 3-4 പ്രാവശ്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഗാന്ധിജി. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിൻ്റെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു പ്രസ്താവനയാണ് ഇത്. ഒന്നുകൂടി പറയാം. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിൻ്റെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ഈ കോഴ്സൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമാണ്. അത് പ്രസിദ്ധീകരിച്ചത് 1909. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുടെ തുടക്കവും. ഗ്രാമീണ വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗാന്ധിജിയുടെ ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ഗാന്ധിജി എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഈ ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റിഷിപ്പിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ട്രസ്റ്റിഷിപ്പിൽ ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഈ
ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടത് ആദ്യം ആ പ്രസ്താവന, പിന്നെ ഈ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം, പിന്നെ ഈ ട്രസ്റ്റിഷിപ്പിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മുതലാളി തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പം മുതലാളി എന്ന് വെച്ചാൽ ഒരു ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്തുന്ന ഒരാളല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. മുതലാളി തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. അടുത്തത് വരുന്ന ഒരു ട്രസ്റ്റിക്ക് അനന്തരാവകാശികൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളായിരിക്കും. അടുത്തത്, ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നതെന്ന് വെച്ചാൽ വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, വ്യക്തിയുടേതല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കേണ്ടത്. അടുത്തത്, മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അതായത് കുറഞ്ഞ വേതനം ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള കുറഞ്ഞ വേതനം നിശ്ചയിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കുക എന്നതുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രസ്റ്റിഷിപ്പിലെ ഉള്ളടക്കം. വരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. മുതലാളി തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. അടുത്തത്, മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിശ്ചയിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചാണക്യൻ, ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്രജിത്ത്, ഗാന്ധിജി. അപ്പോൾ ചാണക്യനെ കുറിച്ച് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവ്, അർത്ഥശാസ്ത്രം, പിന്നെ ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് സഹായിക്കുന്നു എന്നാണ് ചാണക്യൻ പറഞ്ഞത്. പിന്നെ ദാദാഭായ് നവറോജി ഇതിനെക്കുറിച്ച് പറയുന്നത് ചോർച്ചാ സിദ്ധാന്തം. പിന്നെ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. പിന്നെ രമേശ് ചന്ദ്രജിത്ത് എന്ന് പറയുമ്പം ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നു എന്ന് വ്യക്തമാക്കിയത് രമേശ് ചന്ദ്രദത്താണ്. പിന്നെ ഗാന്ധിജീൻ്റെ ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിൻ്റെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന ആ പ്രസ്താവന. പിന്നെ വരുന്നത് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൽ വരുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ. അതിൽ പിന്നെ വരുന്നത് ഗാന്ധിജീനെ പറ്റി തന്നെ പിന്നെ വരുന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ എങ്ങനെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ SCERTയിലുള്ള ഫാക്ട്സാണ്. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി, അതാണ് ഒന്നാമത്തെ. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നാമത്തേത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, രണ്ടാമത്തേത് കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, മൂന്നാമത്തേത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, പിന്നെ വരുന്നത് സ്വയം പര്യാപ്തവും
സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഒന്ന് വരുന്നത് എന്ന് വെച്ചാൽ ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, രണ്ടാമത്തേത് ഒന്നാമത്തേത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, രണ്ടാമത്തേത് കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, മൂന്നാമത്തേത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, പിന്നെ വരുന്നത് സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. പിന്നെ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെ? അപ്പോൾ ഇത് PYQ ആണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരുടെ പേര് ചോദിച്ചിട്ട് ഏതൊക്കെ ആൾക്കാരാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്ന് ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. അപ്പോൾ ഒന്നാമത്തേത് JC കുമരപ്പ, രണ്ടാമത്തേത് ശ്രീമൻ നാരായൺ, പിന്നെ മൂന്നാമത്തേത് ധരംപാൽ. ആരൊക്കെയാണ്? JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവർ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറഞ്ഞത് ചാണക്യൻ, ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗാന്ധിജി, പിന്നെ അവസാനം വരുന്നത് അമർത്യ സെൻ ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്നെയാണ് അമർത്യ സെൻ. 1998 നോബൽ സമ്മാനം ലഭിച്ചു. പിന്നെ അദ്ദേഹം ഏതൊക്കെ വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് വെച്ചാൽ മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങൾ. ഇത് മുൻവർഷ ചോദ്യമാണ്. അമർത്യ സെന്നിൻ്റെ പിന്നെ വരുന്നത് അമർത്യ സെൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ് പോലെ വന്നത് മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം. പിന്നെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയത് അമർത്യ സെന്നാണ്. പിന്നെ അമർത്യ സെന്നിൻ്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്ക് തൻ്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകി. അമർത്യ സെൻ ഏതൊക്കെ പഠനങ്ങളിലാണ് പ്രാധാന്യം നൽകിയത്? ഏതിൻ്റെയൊക്കെ പഠനങ്ങളിൽ? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ. അപ്പോൾ അമർത്യ സെൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, 1998 നോബൽ സമ്മാനം ലഭിച്ചു. പിന്നെ PYQs ആണ് വരുന്നത്. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പിന്നെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. പിന്നെ ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്ക് തൻ്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകി. ഇതൊക്കെയാണ് അമർത്യ സെന്നിൻ്റെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന ഈ SCERT പാഠഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ കുറേ പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും തറവായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ ഇനിയും ഇങ്ങനെ SCERT പാഠഭാഗങ്ങൾ ഓരോ ടോപ്പിക് വൈസായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും, ഓരോ ചാപ്റ്റർ വൈസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ കാണുക, നോട്ട്സ് എഴുതുക, പഠിക്കുക. താങ്ക് യു.